മക്കളെ വന്നോളി, കോഴിക്കോട്ടേക്ക് പോരി. ലൈറ്റിന്റെ പരിപാടി കാണണമെങ്കിൽ കോഴിക്കോട്ട്, അതെ കോഴിക്കോട് പുതിയാപ്പയിലേക്ക് പോരിട്ടോ. പുതിയാപ്പയിൽ ശ്രീ ഭഗവതി മണ്ഡലകാല ഉത്സവമാണ് നടക്കുന്നത്. ഡിസംബർ 18 മുതൽ 26 വരെയാണ് പരിപാടി നടക്കുന്നത്. ഗംഭീര ഗാനമേള ഫുൾ ദിവസം പരിപാടിയാണ്. എല്ലാവരും കോഴിക്കോട്ടേക്ക് പോരി, പുതിയാപ്പയിലേക്ക്. അങ്ങനെ ഇതാ ഇവിടുന്ന് തൊട്ട് ലൈറ്റിന്റെ പരിപാടികൾ തുടങ്ങുകയാണ്. ഇതാ പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ഉത്സവമാണ്, മണ്ഡലകാല ഉത്സവമാണ് നടക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടുള്ളതാണ് ഈ ലൈറ്റിംഗ് പ്രോഗ്രാമുകൾ. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ ലൈറ്റ്. ഇതാ ഞങ്ങൾ ബൈക്കിലാണ് പോണത്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്, അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ്. പക്ഷെ കാര്യമായിട്ടുള്ള പരിപാടികളുള്ള സമയത്ത് നല്ല തിരക്കായിരിക്കും കേട്ടോ. 25-26 ആണ് മെയിൻ ആയിട്ട് ഉള്ള പരിപാടി ഉള്ളത് അല്ലേ. മെഗാ തിരുവാതിര, പിന്നെ മെഗാ ഗാനമേള. അതെ അതെ. അപ്പൊ ഇതിന്റെ ബ്രോഷർ ഞങ്ങൾ ഇതിന്റെ ലാസ്റ്റ് ഞങ്ങൾ ഏഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാം ഒക്കെ അതിൽ നോക്കിയാൽ അറിയാൻ കഴിയും. അതുകൊണ്ടോ നല്ല അടിപൊളിയാണ്. ഞങ്ങൾ ബൈക്കിലാട്ടോ, നടക്കുകയാണെങ്കിൽ കുറേ ദൂരം നടക്കണം. ഞങ്ങളിത് ബൈക്കിൽ പോയിക്കൊണ്ടാണ് ഇത് എടുത്തത് അല്ലേ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്, അടിപൊളി. പല വിധത്തിലുള്ള ലൈറ്റുകളാണ്, പല കളറിൽ. മറ്റേ ഒരു ഇതുവരെ കാണാത്തൊരു മോഡൽ ഉണ്ട്. ഇത് തുണിയിൽ ഇങ്ങനെ അത് ലാസ്റ്റിലേക്ക് കാണുന്നുണ്ട് അല്ലേ. അത് അവിടെ കാണാൻ പറ്റൂലേ. അതാണ് തുണീന്റെ ഇങ്ങനെ തൂക്കിയിട്ട് അടി കൂടിയാണ് ഇങ്ങനെ അതിന്റെ ഒരു ലൈറ്റ്, മയിൽപ്പീലിന്റെ ഒരു ഇറങ്ങുന്ന പോലെയാണ്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്താനായി. ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ബീച്ചിൽ നല്ല അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് സ്റ്റേജും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെഗാ തിരുവാതിരക്കൊക്കെ അവിടെ തന്നെയാണ്. തിരുവാതിരക്ക് ഗ്രൗണ്ട് പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ വലിയ സ്റ്റേജ് ഉണ്ട്. ഇതാ നേരെ കാണുന്നതാണ് കേട്ടോ ഈ അമ്പലത്തിന്റെ കവാടാണ് ഇത് കാണിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ അതിമനോഹരമാണ്. ഇതാ കണ്ട ലൈറ്റ് ഇങ്ങനെ ഓരോ പല കളറിൽ ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വീണ്ടും ഒന്ന് നടന്ന് ലൈറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോവാണ്. വണ്ടിമേലാണല്ലോ വന്നത്, അന്നപ്പോ ഒന്ന് ആസ്വദിച്ച് അല്ലേ കാണാൻ. അമ്പലത്തിന്റെ മതിലാണ് കേട്ടോ, അവിടെ വേറൊരു രീതിയിലുള്ള ലൈറ്റ് വെച്ച് അലങ്കരിച്ചു. പിന്നെ ഇതിൽ വേറെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ടൗണിൽ പോയി വേറെ 1-2 പരിപാടി, അപ്പം നോൺ വെജ് ഒക്കെ കഴിച്ച് അങ്ങനെ പെട്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നി ഒന്ന് പുതിയാപ്പ വരെ പോയാലോന്ന്. അങ്ങനെ ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ പുറത്തുകൂടി എല്ലാ കാഴ്ചകളൊക്കെ കണ്ടതാണ്. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. 26 വരെ അമ്പലം മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. 26 വരെ അല്ലേ പരിപാടി. 18 ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. 18 തുടങ്ങി. അതെ, 18 ഡിസംബർ 18 തുടങ്ങി ഡിസംബർ 26 വരെ എന്നാണ് അവസാനിക്കുക. അന്നാണ് 25-ാം തീയതി ആണെന്ന് തോന്നുന്നു. എടുക്കട്ടെ, അതൊന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിലിടാം. അങ്ങനെ നമ്മൾ പുതിയാപ്പയിൽ എത്തിയിരിക്കുകയാണ്. പുതിയാപ്പയിൽ
മണ്ഡലകാല ഉത്സവമാണ്. ശ്രീ ഭഗവതി മണ്ഡലകാല ഉത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിൻ്റെ സൈഡിൽ ഭഗവതിൻ്റെ ഒരു വീട് തന്നെ ഉണ്ട് ഇവിടെ കാണുന്നത്. നിങ്ങൾ ബാക്കിൽ കാണാൻ കഴിയും, ഒരു വീട് കാണാൻ കഴിയും. അപ്പോൾ ആ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭഗവതി നൃത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകളാണ് താമസിച്ചിട്ട് അതിൻ്റെ വ്യത്യസ്തമായ ഭഗവതി റൂമുകൾ തന്നെ ആ വീട്ടിലുണ്ട് എന്നാണ് ഇവിടുത്തെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവതി നൃത്തമാണ്. 3 ദിവസം ഇവിടെ വെച്ചിട്ടും ഈ ഭഗവതി നൃത്തം ഇവിടെ വെച്ചിട്ടാണ് നടക്കാറ്. അത് കഴിഞ്ഞ് 4 ദിവസം അമ്പലത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉത്സവത്തിന് എല്ലാവരും വരിക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഉത്സവത്തിന് എല്ലാവരും വരിക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं ना അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചതാണ്. പിന്നെ ഇതാണ് പാർക്ക് ചെയ്ത സ്ഥലം. ബീച്ചിൽ തന്നെയാണ്. എല്ലാവർക്കും ഇരുന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. പിന്നെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ടോയ്സുകൾ വിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഉപ്പിലിട്ടത് അല്ലേ, കോഴിക്കോടിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ. അത് കോഴിക്കോടിൻ്റെ ഏറ്റവും അല്ലേ ഒരു പ്രത്യേകതയാണ് ഇങ്ങനത്തെ ഈ ഉപ്പിലിട്ട ഐറ്റംസുകൾ. കോഴിക്കോട് ബീച്ചിൽ ഇത് കാണുമ്പോൾ തന്നെ വാങ്ങി കഴിക്കാൻ തോന്നും. കോഴിക്കോട് ബീച്ച് പിന്നെ എല്ലാ ബീച്ചിലും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തലകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ വാങ്ങിയ ഉപ്പിലിട്ടത് ഒന്ന് കരിച്ച് വാങ്ങിയുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളൊക്കെ ഈ റോഡിന്റെ 2 സൈഡിലുള്ള വീടുകളും ലൈറ്റ് കൊണ്ടുള്ള അലങ്കാരങ്ങൾ, തെങ്ങിന്റെ മുകളിലും മാവിന്റെ മുകളിലും എല്ലാ സ്ഥലത്തും നല്ല ലൈറ്റിങ്ങിന്റെ പരിപാടികളാണ്. അപ്പം എന്തായാലും മറക്കണ്ട, കുറഞ്ഞ ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം എല്ലാവരും പിന്നെ പുതിയാപ്പയിലേക്ക് പോയിട്ടോ. പുതിയാപ്പ ഫസ്റ്റ് ഉത്സവം. അതെ.